ഈ നാദാപുരത്തെ കഫ്തീരക്കാർ എങ്ങനെയാണ് മുതലാളിയാകുന്നത്? സിമ്പിൾ പരിപാടിയല്ലേ. 15 ഷോപ്പ്, വലിയ കച്ചവടം, വലിയ മുതലാളിയായ ലൈഫ് അങ്ങനെ കാണുന്നുള്ളൂ. പക്ഷെ അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയാം. അവരുടെ ലൈഫിലെ ഫസ്റ്റ് ജേണി എന്ന് വെച്ചാൽ +2 പാസ്സായിക്കില്ലെങ്കിൽ ഇവിടത്തേക്ക് വരും, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ നേരെ ഒരു കഫ്തീരിയയിൽ വരും. ഒരു പണിയും കിട്ടാത്തതുകൊണ്ട് കഫ്തീരിയയിൽ ഒരു പണിക്കാരനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു 1000 ദിർഹംസിന്റെ ചോടൽ 1000 ദിർഹംസിന്റെ മേലെ വർക്ക് ചെയ്യും. ആ പൈസ സ്വരൂപിച്ച് ഒരു 2-3 വർഷം കൊണ്ട് അതെല്ലാം കൂട്ടി വെച്ച് ഒരു ഷോപ്പിലേക്ക് പാർട്ണർഷിപ്പുകാർ. ആ പാർട്ണർഷിപ്പിൽ അത് എക്സ്പാൻഡ് ചെയ്ത് ഒരു 10-25 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ ചെറിയൊരു മുതലാളിയായി മാറുക. ആ സമയത്താണ് പലരും പറയും ഒരു കുറെ കഫ്തീരിയ ഉണ്ട്, പക്ഷെ ഒരാളും അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാട് ഇതുവരെ കണ്ടിട്ടില്ല. കാരണം എനിക്കറിയാം അതിന്റെ സിറ്റുവേഷൻ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ പോകും. ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ 6-7 ലക്ഷം ദിർഹംസ് ആയിരിക്കും. ഒരു ചെറിയൊരു കഫ്തീരിയ, നല്ലൊരു കഫ്തീരിയ എല്ലാം കിട്ടണമെങ്കിൽ 1.5 മില്യൺ ദിർഹംസ് ആയിരിക്കും അവരുടെ പൊട്ടിക്കുക. അവരുടെ അടുത്ത് എങ്ങനെ പൈസ വന്നതെന്ന് വെച്ചാൽ ഒരു അധ്വാനിച്ച പൈസയാണ്, അല്ലാതെ വേറൊരു സ്ഥലത്തൊന്നും അവർക്ക് പൈസ കിട്ടുന്നതല്ല. അതേപോലെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഫ്തീരക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ടൈം എടുക്കും. പക്ഷേ കഫ്തീര എന്ന് പറയുന്നത് വേറൊരു ഫീൽഡാണ്, റിയൽ എസ്റ്റേറ്റിന് എന്ന് വേറൊരു മാർക്കറ്റ്. കഫ്തീരിയയിലാകുമ്പോൾ 10-20 സ്റ്റാഫുമാണ്, നമുക്ക് തലവേദനയുണ്ട്, പണിയുണ്ട്, മെനക്കേടുണ്ട്. ഇതേപോലെ റിയൽ എസ്റ്റേറ്റ് ആകുന്ന സമയത്ത് ഒരു എമൗണ്ട് അവിടെ ഇടുക, നമ്മൾ റെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിക്കുക, ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. കഫ്തീര മുതലാളിമാർ പൈസ ഉണ്ടാക്കി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ കഫ്തീര മുതലാളി കഫ്തീര പിന്നെയും തുടങ്ങണ്ടെന്നല്ല, ഇനിയും തുടങ്ങണം, ഇനിയും പൈസക്കാരനാകണം. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു പരിപാടി നടക്കുകയുള്ളൂ. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് വേറെ, കഫ്തീര വേറെ. അപ്പോൾ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഏതെങ്കിലും നാദാരക്കാരെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നാദാപുരം കമന്റ് ചെയ്യും, നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ നല്ല ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് എടുത്തു തരും. നാട്ടുകാരന് വേണ്ടി നമുക്ക് നല്ല ഓപ്ഷനിൽ നമുക്ക് ലോവസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റിൽ ഓപ്ഷൻസ് ഉണ്ട് എടുത്ത്.